തൊടുപുഴയിൽ ബിസിനസ് പങ്കാളി കൊട്ടേഷൻ നൽകിയതിനെ തുടർന്ന് കൊല്ലപ്പെട്ട ബിജു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നു. ക്രൂരമായ മർദ്ദനത്തിന് ഇരയായെന്നാണ് ഇൻക്വസ്റ്റ് പരിശോധനയിൽ വ്യക്തമാകുന്നത്. കൊലപ്പെടുത്തിയ ശേഷം കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മാലിന്യക്കുഴിയുടെ മാൻഹോളിൽ തള്ളിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയിരുന്നത്. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഒമ്നി വാൻ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബിജുവിന്റെ ഇരുചക്ര വാഹനവും പ്രതികൾ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ഈ തെളിവുകൾക്കായി പോലീസ് പരിശോധന ആരംഭിച്ചു. ബിസിനസ് പങ്കാളിയായ തേക്കുംകാട്ടിൽ ജോമോൻ ജോസഫ്, കൊട്ടേഷൻ സംഘത്തിലെ എറണാകുളം ഇടമനക്കാട് പള്ളത്ത് മുഹമ്മദ് അസ്ലം, കണ്ണൂർ ചെറുപുഴ കളരിക്കൽ ജോമിൻ കുര്യൻ എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ നേരിട്ട് ഇടപെട്ട കാപ്പ കേസ് പ്രതി ആഷിഖ് ജോൺസനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കലയന്താനിയിലാണ് ജോമോൻ ദേവമാതാ കാറ്ററിംഗ് എന്ന സ്ഥാപനം നടത്തിയിരുന്നത്. JCB, ടിപ്പർ, വർക്ക്ഷോപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. വാഹനം നന്നാക്കാനും മറ്റുമായി വർക്ക്ഷോപ്പിൽ ചെന്നപ്പോഴാണ് ബിജുവുമായി സൗഹൃദം ശക്തമായത്. ഇതോടെ ഇരുവരും ഒന്നിച്ച് ആംബുലൻസ് സർവീസും കാറ്ററിംഗ് വർക്കുകളും നടത്താൻ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ കുഴപ്പമില്ലാതെ പോയ കച്ചവടത്തിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങിയതായി സുഹൃത്തുക്കളും നാട്ടുകാരും പറയുന്നു. ഇതോടെ ഇരുവരും പിരിയാൻ തീരുമാനിച്ചു. ബിജു ജോസഫിനെതിരെ ജോമോൻ നൽകിയ ആദ്യ 2 കൊട്ടേഷനുകളും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മൂന്നാമത്തെ കൊട്ടേഷൻ നൽകിയതെന്നാണ് വിവരം. ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കുപ്രസിദ്ധ ഗുണ്ടയായ സജിക്കടക്കം 2 പേർക്ക് നേരത്തെ കൊട്ടേഷൻ നൽകിയിരുന്നു. എന്നാൽ ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഒടുവിൽ മൂന്നാമത്തെ കൊട്ടേഷനാണ് എറണാകുളത്തു നിന്നുള്ള ഗുണ്ടാ സംഘത്തിന് നൽകിയത്. എന്നാൽ തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ ബഹളം വെച്ച ബിജുവിന്റെ കഴുത്തിലും മറ്റും ഗുണ്ടകൾ ചവിട്ടിപ്പിടിച്ചതോടെ കൊല്ലപ്പെടുകയായിരുന്നു. 5 അടിയോളം താഴ്ചയുള്ള മാൻഹോളിൽ ഇറങ്ങി 3 അടിയോളം കുഴിയെടുത്ത് അതിനുള്ളിൽ മൃതദേഹം തള്ളിക്കയറ്റുകയായിരുന്നു. തുടർന്ന് മൃതദേഹത്തിന് മുകളിൽ മണ്ണിട്ടതിനു ശേഷം കോൺക്രീറ്റ് ഉപയോഗിച്ച് മൂടി. 2 ദിവസത്തെ പഴക്കം കാരണം ചീർത്ത മൃതദേഹം പുറത്തെടുക്കാൻ തൊഴിലാളികൾക്കായില്ല. തുടർന്ന് അഗ്നിരക്ഷാ വിഭാഗം സ്ഥലത്തെത്തി മാൻഹോൾ പുറത്തേക്ക് പോകുന്ന വശത്തെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. ശേഷം 4 തൊഴിലാളികൾ മാൻഹോളിലൂടെ ഉള്ളിലേക്ക് കടന്ന് മൃതദേഹം പുറത്തെത്തിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.